ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള ഭാഗങ്ങളിൽ നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കും. വചനം പറയുകയാണ്, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. നീതി ചെയ്യുന്നവർക്ക് വേണ്ടി ഒരാൾ മരിക്കുക എന്ന് പറയുന്നത് അതത്ര എളുപ്പമല്ല. പക്ഷേ ഗുണവാന് വേണ്ടി ഒരാൾ ഗുണം ചെയ്താൽ, ഒരു ഉപകാരിയാണെങ്കിൽ അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയായിരിക്കും. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചാൽ അറിയാം, ആരെയിലൊക്കെ ഒരു സഹായം നീട്ടുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ എനിക്ക് വേണ്ടി സഹായിച്ചു, അവൻ എന്നെ കരുതി, അതുകൊണ്ട് ഞാൻ അവനെ കരുതും. അല്ലാതെ അവൻ എന്നെ ദ്രോഹിച്ചു എങ്കിലും ഞാൻ അവന് വേണ്ടി കരുതുന്നു എന്ന് പറയാൻ ആരുമില്ല. വചനം വ്യക്തമായിട്ട് പറയുകയാണ്, ഗുണവാന് വേണ്ടി പക്ഷെ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ. അപ്പോൾ കർത്താവ് അങ്ങനെയല്ല. 6-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ. കർത്താവ് നമ്മുടെ നീതിപ്രവൃത്തി കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നല്ല നടപ്പ് കണ്ടിട്ടോ നമ്മുടെ സൗന്ദര്യം കണ്ടിട്ടോ ഒന്നുമല്ല കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്, ഒന്നും കണ്ടിട്ടല്ല. വചനം പറയുകയാണ്, നാം പാപിയായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പം കർത്താവ് നമ്മെ സ്നേഹിച്ചത് നമ്മുടെ ഒന്നും കണ്ടിട്ടല്ല പ്രിയരെ. നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ, നമ്മൾ പാപിയായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിച്ച ആ കർത്താവിനെ ഒരു കാര്യം നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്, മനുഷ്യർക്ക് നമ്മെ സഹായിക്കാൻ പറ്റത്തില്ല, മനുഷ്യരിൽ ആശ്രയിക്കരുത്. വചനം പറയുന്നുണ്ട്, രക്ഷിപ്പാൻ കഴിയാത്ത, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യനിൽ ആശ്രയം വയ്ക്കരുത്. പ്രിയരെ, നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ഇങ്ങോട്ട് സഹായിക്കുന്നവരാണ് എല്ലാവരും. എന്നാൽ ഈ കർത്താവ് അങ്ങനെയല്ല. ആ ക്രൂശിൻ്റെ ചുവട്ടിൽ വന്നിട്ട് ആ കർത്താവിനെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വേണ്ടി കാൽവരിയിൽ തകർക്കപ്പെട്ട ആ സ്നേഹത്തെ കണ്ട് ആ സ്നേഹത്തെ അനുഭവിച്ച് അനേകർക്ക് മാതൃകയുള്ളവരായി ഇങ്ങനൊരു കൂട്ടർ ഈ ലോകത്തുണ്ടായിരിക്കും. എന്നാൽ തികച്ചും അതിനകത്തു നിന്നും വ്യത്യസ്തരായി മറ്റുള്ളവരെ താങ്ങുവാനും ആശ്വസിപ്പിക്കുവാനും ബലഹീനരായിരിക്കുന്നവരെ കരുതുവാനുള്ള ഒരു മനസ്സോടെ കർത്താവ് കാണിച്ചു തന്ന ആ മാതൃക പ്രകാരം വിശ്വസ്തയോടെ സഞ്ചരിച്ച് നിത്യരാജ്യം അവകാശമാക്കുവാൻ ദൈവകൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.